അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾക്കറിയാം, നോമ്പിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അത് 3-4 സമയമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന കൂടുതലുള്ള കലോറി, ഊർജം, അത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നൊരു ഫോമാക്കി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ലിവറിൽ. നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 13 മുതൽ 14 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ഉള്ള സമയത്ത് ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള, സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കലോറിയെ പുറത്തേക്ക് എടുക്കുകയും എൻ്റെ ശരീരം അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല ആളുകൾക്കും വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും, അവരുടെ ഷുഗർ കുറഞ്ഞിട്ടുണ്ടാവും, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും, പിന്നെ മറ്റു ഒരുപാട് ഉന്മേഷമൊക്കെ അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ അവസാനത്തെ 10 കൂടി, റമദാൻ അവസാനിക്കുന്നതോടുകൂടി പല ആളുകളും വീണ്ടും കൺട്രോളില്ലാത്ത അശാസ്ത്രീയമായ രീതിയിലേക്ക് ഇതുവരെ നമ്മൾ ആർജിച്ചെടുത്ത ജീവിതശൈലി, അച്ചടക്കം, ഇതൊക്കെ വിട്ടുമാറ്റി പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റീസും ഒരു മാസം കൊണ്ട് തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതായത് 5 കിലോ കുറഞ്ഞ ഒരാൾ നോമ്പ് കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് തന്നെ 10 കിലോ കൂടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന രൂപം നമുക്ക് പലപ്പോഴും ക്ലിനിക്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കലോറി, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൂടുതൽ കൊടുക്കുന്ന കലോറി എന്ന് പറഞ്ഞാൽ ഊർജം. ആ ഊർജം ശരീരത്തിൽ കൊഴുപ്പായി സംരക്ഷിക്കപ്പെടുന്നു. ഈ കൊഴുപ്പാണ് പിന്നീട് പലപ്പോഴും ഹൃദയ സംബന്ധമായിട്ടും സ്ട്രോക്കായിട്ടുള്ള അസുഖങ്ങളായിട്ടും മാറ്റപ്പെടുന്നത്. ഈ എക്സസ് കലോറി ആണ്. ഈ എക്സസ് കലോറി ആണിപ്പോൾ നമ്മൾ ഈ 30 ദിവസത്തിലെ നോമ്പിലൂടെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് നമ്മൾ കലോറിയൊക്കെ കുറച്ച് ശരീരമൊക്കെ ഫിറ്റായി വെയിറ്റൊക്കെ കുറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയറിനെ നിങ്ങൾ 3 ഭാഗമാക്കുക. അതിലൊരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, മറ്റൊരു ഭാഗം ഒഴിച്ചുകിടുക. ഇതിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്, മദീനയിലൊരു ഡോക്ടർ വന്നൊരു ചരിത്രം നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. മദീനയിലൊരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം വിവരിക്കാറ്. മദീനയിലൊരു ഡോക്ടർ വരികയും ആ ഡോക്ടർ ഒരുപാട് കാലം മദീനയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് പേഷ്യൻറ്റിനെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ? അന്ന് അവർ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണിത്. ഇവിടെയുള്ള ആളുകളുടെ ഈ ഒരു ജീവിത രീതി, അവരുടെ ഭക്ഷണ രീതി, ഈ ഭക്ഷണ രീതി അവർ ലിമിറ്റ് ചെയ്തതുകൊണ്ട് അവരുടെ ഒരു ഭാഗം ഭക്ഷണം, വയറിൻ്റെ ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ജീവിതശൈലി അസുഖങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ചില ആളുകളിൽ കാണുന്ന ഒരു പ്രവണതയാണ്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പുലർച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നിദ്രയിലേക്ക് പോവുകയും അത് ലുഹർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നൊരു സാഹചര്യം നമ്മളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ കാണപ്പെടലുണ്ട്. ഇങ്ങനെയുള്ള ചില തെറ്റായ ഹാബിറ്റ്. അതുപോലെ നോമ്പ് തുറന്ന ഉടനെ വലിയ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് നോമ്പ് തുറന്ന ഉടനെ തന്നെ തണുത്തതും ജ്യൂസും അതുപോലെ ഈ എണ്ണയിൽ പൊരിച്ച വസ്തുക്കളും ഇതൊക്കെ വളരെയധികം വലിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതൊക്കെ അവർക്ക് വളരെയധികം ദോഷമായി അവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ളത്. ഒന്ന്, നോമ്പിലൂടെ നമ്മൾ അസുഖക്കാരനാവാതിരിക്കുക. അതുപോലെ നോമ്പിലൂടെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ആരോഗ്യപരമായ പുരോഗതി നിലനിർത്തുക എന്നുള്ള ഈ 2 സംഭവങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്രവാചകചര്യ, നോമ്പ് കഴിയുന്നതോടുകൂടി പ്രവാചകചര്യ മുറുക്കെ പിടിച്ചുകൊണ്ട് നോമ്പിന് നമ്മൾ ആർജിച്ചെടുത്ത എല്ലാവിധ ആരോഗ്യ പുരോഗതിയും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.